നീ എന്താടാ തനിയെ ചിരിക്കുന്നേ? സുധീഷിനെ വിളിച്ച് ആശുപത്രി കൊണ്ടുപോകാൻ പറയണോ? മനസ്സ് കൈവിട്ടോ? അച്ഛൻ കഴിക്കാൻ നോക്ക്. പിടിവെട്ടിയോ ഭാവനെ? സാധാരണ ആൾക്കാർക്ക് വിഷമം വരുമ്പോ മുഖത്ത് ഈ സങ്കടം ഉണ്ടാവും. ഇത് ചിരിച്ചോണ്ടിരിക്കുന്നു. ഇവരെന്താ പറ്റിയേ? നിശ്ചയം മുടങ്ങി ചിരിക്കുക. എന്ത് പറ്റി സുഭാഷ് ഏട്ടന്? സുധീഷിനെ വിളിച്ചൊന്ന് സംസാരിച്ചു നോക്കിയാലോ? സുധീഷ്, 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 എന്താ നിധി? ഒന്ന് അകത്തേക്ക് വാ. എന്താ പറഞ്ഞേ? അകത്തേക്കൊന്ന് വരാൻ. അകത്തേക്ക് ചെല്ലാനോ? ഈശ്വര, ഒരു ദിവസം ഞാനത് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ ഇത്ര പെട്ടെന്നോ? സുന്ദരനായി കളയാം. സ്പ്രേ. അതെ, നിങ്ങളോട് ബസ് സ്റ്റോപ്പിലേക്ക് പോകാനല്ല പറഞ്ഞത്, ഒന്ന് അകത്തേക്ക് വരാനാ. അതിന് ഇത്ര ഒരുക്കം വേണ്ട. ആ വാതിലും അടച്ചേക്ക്. ഈ വാതിലോ? അല്ലാതെ ഈ മുറിയിൽ എത്ര വാതിലുണ്ട്? സുഭാഷ് ഏട്ടൻ എവിടെ? വീടിന്റെ മുന്നിലുണ്ട്. ഹരീഷും നികേഷും? അവര് പിന്നിലാന്ന് തോന്നുന്നു. ഈ മുറിയിൽ നമ്മൾ എന്ത് സംസാരിച്ചാലും ആരും കേൾക്കില്ലെന്ന് ഉറപ്പല്ലേ? അപ്പോ ആരും കേൾക്കാൻ പാടില്ലാത്ത ഒന്നാണ് പറയാൻ പോകുന്നത്. പറഞ്ഞോ, ആരും കേൾക്കില്ല. വേഗം പറഞ്ഞോ. അതിനെന്താ നിങ്ങൾ എന്റെ അടുത്തേക്ക് വരുന്നേ? അല്ല, നിധിയല്ലേ വരാൻ പറഞ്ഞേ? ഞാനിപ്പോ പറഞ്ഞു. അല്ല, ഇപ്പൊ തന്നെയല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചേ? മുറിയിലേക്ക് വരാൻ പറഞ്ഞു, പക്ഷെ ഞാൻ അടുത്തേക്ക് വരാൻ പറഞ്ഞില്ലല്ലോ. അല്ല, കഥ കടയ്ക്കാനൊക്കെ പറഞ്ഞപ്പോഴേ നമ്മൾ സംസാരിക്കുന്നത് ആരും കേൾക്കണ്ടെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ? ആയിക്കോട്ടെ, ആയിക്കോട്ടെ, സംസാരിക്കാം. വാ, ഇരിക്കേ. സൗകര്യമായിട്ട് ഇരുന്ന് സംസാരിക്കാലോ. ഇരിക്കൂ. അയ്യോ, ഇതും ഇഷ്ടമാവുന്നില്ല. എഴുന്നേക്കാം. സാധാരണ ഈ മുറിയുടെ വാതിക്ക വരാൻ പോലും നിധി സമ്മതിക്കാറില്ലല്ലോ. അന്ന് കയറി വന്നപ്പോ എന്തൊരു ബഹളമായിരുന്നു. ഇന്നിപ്പോ നിധി എന്നെ വരാൻ പറഞ്ഞു, വാതിൽ കുറ്റിയിടാനൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ ആകെ നെർവസ് ആയിപ്പോയി. അതാ. അയ്യാടാ, നിങ്ങൾ എന്നെ നെർവസ് ആക്കാൻ വേണ്ടി വിളിച്ചതല്ല. സുഭാഷ് ഏട്ടനെ കുറിച്ചുള്ള ഒരു ടെൻഷൻ ഷെയർ ചെയ്യാൻ വിളിച്ചതാ. സുഭാഷ് ഏട്ടനെ കുറിച്ചോ? ഇപ്പോഴാ? അതെ. പറ. അന്ന് ജോത്സ്യൻ പറഞ്ഞത് കേട്ടിട്ടെ സുഭാഷ് ഏട്ടൻ രാത്രി വീട് വിട്ട് പോയതാ.
ഏതാണ്ട് സമാനമായ സാഹചര്യമാണ് ഇന്നും ഉണ്ടായിരിക്കുന്നത്. ആളുടെ മട്ടും ഭാവം കാണുമ്പോഴേ എന്തോ കുഴപ്പം തോന്നുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുണ്ടോ? നിങ്ങൾക്കൊന്നും തോന്നിയില്ലേ? ഇല്ല. നിങ്ങൾക്കതിന് നിങ്ങളെ പറ്റി മാത്രമല്ലേ വിചാരമുള്ളൂ. ഞാനിപ്പോ എന്താ വേണ്ടേ അത് പറ. ഇന്ന് രാത്രി സുഭാഷ് ചേട്ടനെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അന്തം വിട്ടുകയർന്ന് ഉറങ്ങരുത്. ഇത് പറയാനാണോ വിളിപ്പിച്ച? എന്താ ഇത് പ്രധാനമല്ലേ? ആണ് ആണ് പ്രധാനമാണ്. അല്ല, ഇത് പറയാൻ വേണ്ടിട്ടാണ് എന്നോട് കഥ കടയ്ക്കാനൊക്കെ പറഞ്ഞ? അതെ. അവരാരും കേൾക്കുന്നില്ലെന്നൊക്കെ ചോദിച്ചത്? നിങ്ങ പറഞ്ഞാ മനസ്സിലാവില്ലേ? മനസ്സിലായി മനസ്സിലായി. സുഭാഷ് ചേട്ടൻ നിങ്ങൾ ഇത്തിരി കൂടുതൽ ശ്രദ്ധിക്കണം, അതല്ലേ? അന്ന് സംഭവിച്ച പോലെ ഒന്നും സംഭവിക്കുകയും ചെയ്യരുത്, അല്ലേ? അതല്ലേ കാര്യം? അതെ. ഇത് ആലോചിച്ചങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ നിധി. ഇത്രയും ബുൾട്ടപ്പൊക്കെ തന്നും മനുഷ്യനെ വട്ടാക്കാനായിരുന്നു കഥവിന്റെ ലോക്കൊക്കെ ഇടിപ്പിച്ചത്. എന്താ പിന്നെ പൊയ്ക്കോ. എന്താ പൊയ്ക്കോ? അതേ നേരം കഥ അടച്ചോടെ നിൽക്കണ്ട. ഓ അങ്ങനെ. അപ്പൊ ഞാൻ പോണം. ഇറങ്ങാൻ നോക്ക് സുധീഷേ. പോവാം. വടക്കം വീരഗാഥ സിനിമയിലെ പോലെ വിളിച്ചു കയറ്റിയതും തള്ളി പുറത്താക്കിയതും ഒരേ ആൾ. വളിപ്പടിക്കാതെ പോവാൻ നോക്ക് സുധീഷേ. പോയി ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കേ. ഓ വെറുതെ സ്പ്രേ ഓടിച്ചു. വെറുതെ ഇരുന്ന് എന്നെ ഇതിനാണോ തലയും ചീകി പെർഫ്യൂം അടിച്ചു പോയത്? പോടല്ലോ. തോൽവികൾ ഏറ്റുവാങ്ങാൻ നിന്റെ ജീവിതം ഇനിയും ബാക്കി. ഞാനും ഒരു ദിവസം ജയിക്കും. നല്ല ഉറക്ക ഭാഗ്യം വന്നു. എന്തൊരു ഉറക്കോടെ. അതൊക്കെ പറ. അല്ലടാ, ഇത്രയും വലിയ സംഭവം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? ഇത് ചിലപ്പോ നമ്മളെ കാണിക്കാനുള്ള ഡ്രാമയാണെങ്കിലോ? അങ്ങനെ ഒരു സംശയം എനിക്കില്ലാതില്ല. ഒന്ന് ശ്രദ്ധിക്കണമെന്ന് നിധിയും പറഞ്ഞു. എന്ത് ശ്രദ്ധിക്കാനാ? എടാ, നമ്മളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ടേ അന്നത്തെ പോലെ സ്ഥലം വിടാനാണെങ്കിലോ? അയ്യോ അയ്യോ, പറയാൻ പറ്റൂലെന്നേ. എന്തായാലും ഇന്ന് നമുക്കൊന്ന് നോക്കാം. അല്ല, എങ്ങനെ? നിന്നെ കുറിച്ച് ഓർത്തിട്ടല്ലേ സുഭാഷ് ആ കുരുക്കി ചെന്ന് ചാടിയത്. അപ്പൊ നീ ഉറങ്ങാതിരുന്നാ മതി. അയ്യോ, ഞാൻ ഒറ്റയ്ക്ക. എടാ, എന്തെങ്കിലും ഞങ്ങളെ വിളിച്ചാ മതി. അല്ലടാ നികേഷ്? അത് മതി. അത് മതി. അല്ല, അപ്പൊ ഹരീഷേട്ടാ, നിങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ ഉറങ്ങാൻ പോവാണേ. ഗുഡ് നൈറ്റ്. അല്ല, ഞാൻ ഒറ്റയ്ക്ക് ഉറങ്ങാതെ. വീടിനകത്തല്ലേ? സെമിത്തേരിയിലൊന്നും അല്ലല്ലോ. അവിടെ ഇരിക്കും. വാട നികേഷ്, നമുക്ക് ഉറങ്ങരുത്. ഗുഡ് നൈറ്റ്. അതെ. എടാ, ഒച്ചെടുക്കരുത്. സുധീഷ, ഹരീഷ് എത്ര നേരത്തെ എവിടെ പോയി?
ഇവിടെ വന്ന് നടക്കുന്നത്? ഹരീഷേ, ഡാ, ഓടോ ഡാ, നീ എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ നടന്നത്? ആ ഓ ഭാഗ്യം ഇവിടെ ഉണ്ടല്ലോ. എന്ത്? ഒന്നുമില്ല സുഭാഷേട്ടാ. എടാ ഞാൻ ചോദിച്ചു കേട്ടില്ലേ, നീ എന്തിനാ ഇവിടെ വന്ന് നടന്നെന്ന്? അത് വെറുതെ. വെറുതെയോ? ഹരീഷേ, കാവിലിരിക്കാൻ പറഞ്ഞിട്ട് നീ അവിടെ കിടന്ന് ഉറങ്ങാ ചെയ്തേ? അല്ല കാവലോ? ആ അതെ, അവന്റെ കല്യാണം കഴിയാനല്ലേ സുഭാഷ് ഏട്ടൻ ആ ജയന്തിയെ കെട്ടാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അതിന്റെ വിഷമത്തിലേ അന്നത്തെ പോലെ സുഭാഷ് ഏട്ടൻ അങ്ങ് പോയാലോ, അതുകൊണ്ടാ ഞങ്ങൾ അവനോട് ഉറങ്ങാതെ കാവലിരിക്കാൻ പറഞ്ഞ. വെളുപ്പാങ്കാലം വരെ ഉറങ്ങാണ്ടിരുന്നു, പിന്നെ സഹിക്കാൻ പറ്റാണ്ടായപ്പോളാ ഇവിടെ വന്ന് ഇങ്ങനെ കിടന്നേ. ആഹാ, ഇവിടെ കിടന്നു വെച്ചാൽ എന്താ ഗുണം? ആ പോകുമ്പോ എനിക്ക് അറിയാൻ പറ്റുമല്ലോ. എടാ കഴുതേ, ഞാൻ പിൻവാതിൽ വഴി പോയിരുന്നെങ്കിലോ? മണ്ടൻ. അതുകൊണ്ടാണല്ലോ വെളുപ്പാങ്കാലം വരെ ഉറങ്ങാണ്ടിരുന്നേ. അന്ന് രാത്രി അങ്ങനെ ചെയ്തോണ്ടാ ഞങ്ങൾക്ക് ടെൻഷനായത്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും പോത്ത് പോലെ കിടന്നുറങ്ങി അല്ലേ? പാവ ഇവന് പണി കൊടുത്തു. അല്ല, അവന് വേണ്ടിട്ടല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായത്. എഴുന്നേക്ക്. എടാ അന്ന് അങ്ങനെ നടന്നു വെച്ച് ഞാൻ എന്നും അങ്ങനെ ചെയ്യൂ? ഇനി എന്താണേലും ഞാൻ അങ്ങനെ പോകാൻ പോകുന്നില്ല. പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര വലിയ സങ്കടത്തിലൊന്നും അല്ല. കേട്ടല്ലോ? കേട്ടല്ലോ. എന്ത്? ചെന്ന് പല്ല് തേച്ചിട്ട് മോഹം കഴി വരാൻ നോക്ക്. ഞാൻ ചായ ഉണ്ടാക്കി തരാം. എടാ എനിക്കിപ്പോഴും സംശയം അങ്ങ് തീരുന്നില്ലെന്നേ. ഇയാൾക്ക് എപ്പോഴും എന്താ സംശയം. സംശയം? അല്ലടാ, ചേട്ടൻ ശരിക്കും നോർമൽ ആണോ അതോ നമ്മുടെ മുമ്പിൽ നോർമലായിട്ട് നടിക്കുകയാണോന്ന്? ദേ ആ പേരും പറഞ്ഞിട്ട് ഇന്ന് രാത്രി എനിക്ക് ഉറക്കൊഴിക്കാൻ പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും ഇരുന്നോ, വേണമെങ്കിലേ ഊഴട്ടിരിക്കാം. അതൊക്കെ, പക്ഷെ സുഭാഷ് ഏട്ടൻ എന്താ ഇങ്ങനെയാണ് കണ്ടെത്തണ്ടേ? വേണ്ടേ? കാര്യം നിനക്ക് വേണ്ടിയിട്ടാണെങ്കിലും സുഭാഷ് ഏട്ടൻ തന്നെ പോയി ഒരു പെൺകുട്ടിയെ കണ്ട് സംസാരിച്ച് ഉറപ്പിച്ച് വല്യച്ഛനെ അമ്മായിയെ വരെ ചെന്ന് കണ്ട് കാല് പിടിച്ച് കൊണ്ടുപോയിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് നാണം കെട്ട കേസല്ലേ? അപ്പൊ അത്ര പെട്ടെന്ന് നോർമൽ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്? എടാ ഒരിക്കലും നോർമൽ ആവൂല. അപ്പോ സുഭാഷ് ഏട്ടൻ ഇവിടെ നിന്ന് പോയ ശേഷം എന്തോ നടന്നിട്ടുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ ഭയ്യാ, അവിനാശ് ഭയ്യാ, ഇയാളിത് എവിടെ പോയി? ഭയ്യാ, ഓയ് അവിനാശ് ഭയ്യാ, ഭയ്യാ, ഭൈ. ഇതെന്താ പതിവിലും കൂടുതൽ ചിരിയുണ്ടല്ലോ? എന്താവും കാരണം? ചാന്ദിനി ചിരിക്കുന്നുണ്ടല്ലോ. ആ തുമാരാ ബ്രദർ കിധർ? അകത്തുണ്ട്. ആ മലയാളം. ആ ഭയ്യ, സുധീർ ഭയ്യ ആയി ആയി ബൈठी. ചായ? ചായ നെയ്, ചായ നെയ്. അവിനാശ് ഭയ്യ, നിങ്ങളുടെ പെങ്ങളുടെ മുഖത്ത് എപ്പോഴും ഒരു ചിരിയുണ്ടല്ലോ. അത് ശരി, അത് പറഞ്ഞപ്പോ നിങ്ങളും ചിരിക്കുകയാണ്. സുധീഷ് ഭയ്യ വന്ന കാര്യം പറ. അല്ല, ഇന്നലെ രാത്രി സുഭാഷ് എന്നെ ഇവിടെ നിന്നാണ് വീട്ടിലേക്ക് പോകുന്നത്? അതെ, എന്റെ സൈക്കിൾ എടുത്താണല്ലോ വന്നത്. അപ്പൊ സുഭാഷ് ഏട്ടൻ ഓക്കെ ആയിരുന്നല്ലോ അല്ലേ? എന്താ അങ്ങനെ ചോദിച്ചത്? വേറൊന്നും കൊണ്ടല്ല, ഇന്നലെ മുതലേ ഒരു പന്തികേട്. അല്ല, എങ്ങനെയാലും തിരിച്ചു വരുമ്പോ സങ്കടത്തിലായിരിക്കും. ഒന്നും ഓർമ്മിപ്പിക്കാതെ സന്തോഷത്തോടെ നോക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുമ്പോ കക്ഷി നല്ല ചിരിയിലും ജോളി മൂഡിലൊക്കെയാണ് വന്ന സംസാരം. ഹൈ, എന്താ കാരണമൊന്നും പിടികിട്ടുന്നില്ലെന്നേ. എൻഗേജ്മെന്റ് മുടങ്ങിയതിന്റെ വിഷമമൊന്നും സുഭാഷ് ഏട്ടന്റെ മുഖത്തില്ല.
ഞങ്ങൾ ചോദിച്ചപ്പോ ആൾക്ക് വലിയ വിഷമമൊന്നുമില്ലെന്ന് തന്നെയാ പറയണേ. ഇവിടെ നിന്നാണല്ലോ വന്നത്. എന്തെങ്കിലും പ്രത്യേകമായിട്ട് സുഭാഷ് ചേട്ടൻ പറയുകയോ മറ്റോ ചെയ്തോ എന്നറിയാൻ വേണ്ടി വന്നതാ. ഞങ്ങൾ ചോദിച്ചപ്പോ ആൾക്ക് വലിയ വിഷമമൊന്നുമില്ലെന്ന് തന്നെയാ പറയണേ. ഇവിടെ നിന്നാണല്ലോ വന്നത്. എന്തെങ്കിലും പ്രത്യേകമായിട്ട് സുഭാഷ് ചേട്ടൻ പറയുകയോ മറ്റോ ചെയ്തോ എന്നറിയാൻ വേണ്ടി വന്നതാ. ഭയ്യ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നത് മനസ്സിലാവും. പക്ഷെ അതായിട്ട് ഒരു കണക്ഷൻ ഇല്ലാതെ സന്തോഷിക്കാന്നൊക്കെ പറയുമ്പോ അതങ്ങോട്ട് ദഹിക്കുന്നില്ലാന്നേ. ഇതിപ്പോ പണ്ടത്തെ പോലെ നാട് വിട്ടു പോകാനുള്ള വല്ല പരിപാടിയാണോ? അതുവരെ ഞങ്ങളോട് ചിരിച്ചു കളിച്ചൊക്കെ അങ്ങ് നിന്നിട്ടേ പറ്റിക്കാണോ എന്നൊരു പേടി. അതാ എന്തേലും പറഞ്ഞോന്നറിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ വിചാരിക്കുന്നൊന്നുമല്ല കാര്യം. പിന്നെ നിങ്ങൾ ഇങ്ങനെ പരസ്പരം നോക്കി ചിരിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞേ. അത് ഇന്നലെ ഞാൻ സുഭാഷ് ചേട്ടനോട് ഒരു കാര്യം ചോദിച്ചു. എന്ത്? എന്റെ അനിയത്തി കെട്ടാമോന്ന്. എന്തോന്ന്? അതെ, നാട് മുഴുവൻ പെണ്ണന്വേഷിക്കണതല്ലേ. എന്റെ അനിയത്തിയെ കെട്ടിക്കൂടിയെന്ന് ഞാൻ ചോദിച്ചു. അത് ശരി. അപ്പൊ ഭയ്യയുടെ അനിയത്തിയുടെ മുഖത്തുള്ള നാണച്ചിരിയുടെ കാരണം അതാണല്ലേ. ഭയ്യ ശരിക്കും സീരിയസ് ആയിട്ട് ചോദിച്ചാണോ? അതെ ഭയ്യ, എന്റെ അനിയത്തിക്ക് ഇതിനേക്കാൾ നല്ലൊരു ബന്ധം കിട്ടാനില്ല. അതുകൊണ്ട് സീരിയസ് ആയി ചോദിച്ചതാ. അയ്യോ, എന്നിട്ട് സുഭാഷ് എന്ത് പറഞ്ഞ? യെസ് പറഞ്ഞ? യെസ് പറഞ്ഞില്ല, ചിരിയോടെ എഴുന്നേറ്റ് പോയി. നോയും പറഞ്ഞില്ല. അപ്പോ ഭയ്യയും സുഭാഷ് ചേട്ടനും ഹാപ്പിയാണല്ലേ? ഇവിടെ കൊള്ള സുഭാഷ് തരാട്ടാ. ഇട മോനെ ഹരീഷ് ഒന്ന് എണ്ണീക്കടാ. എന്താണോ? എന്താ ഇവിടെ? എന്താ കാണിക്കുന്നത്? എന്താ പ്രശ്നം? എന്താണ് ഡാൻസ്? എന്താ സുധീഷ് ഇത്? ഇവനെന്താ പട്ടാപ്പകൽ കുടിച്ചേച്ച് വന്നിരിക്കണോ? ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഈ സന്തോഷം എനിക്ക് സഹിക്കാൻ വയ്യേ. അതെ, നിനക്കെന്തോ സന്തോഷമുണ്ട് അതല്ലേ? അത് അറിഞ്ഞാലേ എനിക്ക് സന്തോഷം. പോരെ, ഇവന് എന്തിന്റെ കുഴപ്പം? ഇവിടെ നിക്ക്, ഇത് അറിഞ്ഞിട്ട് പോയാ മതി. എന്നാ പറ. നമ്മുടെ സുഭാഷ് ചേട്ടനെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം നടക്കാൻ പോകുന്നു. എന്ത് കാര്യം? പറയാം. നിശ്ചയം മുടങ്ങിയതിനു ശേഷം സുഭാഷ് ചേട്ടൻ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? കണ്ടില്ലേ? ഞാനത് വട്ടായെന്ന് വിചാരിച്ചേ. എന്താ കാര്യം? വട്ട് തന്നെയാ, പക്ഷേ ഇതൊരു നല്ല വട്ട. നീ കാര്യം പറ പൊട്ടാ. ഇന്നലെ അവിനാഷ് ഭായി സുഭാഷ് ചേട്ടനെ കൊണ്ടുപോയത് കണ്ടായിരുന്നോ? അതെ, ചായ കുടിക്കാൻ പോയി. ഉണ്ട ചായ കുടിക്കാനൊന്നും അല്ല, പിന്നെ വെള്ളം അടിക്കാൻ പോകാനോ? ആരവനോ? ഞാൻ നിർബന്ധിച്ചിട്ട് പോലും ഒരു തുള്ളി അവൻ കഴിച്ചിട്ടില്ല. പിന്നെ അതൊന്നും അല്ലെന്നേ, ചുമ്മാ ഒന്നും പറയല്ലേ. പിന്നെ എന്തുവാടാ? അവിടെ വെച്ചേ അവിനാഷ് ഭായി സുഭാഷ് ചേട്ടനോട് ഒരു കാര്യം പറഞ്ഞു. അത് കേട്ടിട്ടാണ് സുഭാഷ് ചേട്ടൻ ഇങ്ങനെ ചിരിച്ചോണ്ട് നടക്കണത്. എന്ത് കാര്യം? എന്ത് കാര്യമായിരിക്കും? പറ. സസ്പെൻസ് വെക്കാതെ കാര്യം പറ. ഊഹിക്കാൻ പറ്റുമെന്ന് നോക്കടാ. എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ട്. നീ പറയുന്നെങ്കിൽ പറ. പോയിട്ട് ഇപ്പൊ എന്തിനാ? ആ പാട്ട് റേഡിയോയില് പാട്ട് കേട്ടോണ്ടിരിക്കാനല്ലേ? റേഡിയോയെ കുറിച്ച് പറഞ്ഞല്ലോ ഞാൻ പഠിച്ചു. ഇയാള് എന്റെ സുധീഷേട്ടാ ലാഗടിപ്പേത കാര്യം പറ. എന്നാ പറയാം. എന്റെ സുഭാസേട്ടാ, ലോകം മുഴുവൻ പെണ്ണ് കാണാൻ നിങ്ങൾ നടക്കുന്നു, എന്നിട്ടെന്തേ എന്റെ പെങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കികളാണ്.
നാം കെട്ടിച്ച സർവറിൽ ഒന്ന് അവിനാശ് ബൈ സുഭാഷ് ഏട്ടനോട് അങ്ങ് ചോദിച്ചു. എന്നുവെച്ചാ എന്ന് വെച്ചാ അവിനാശ് സ്വന്തം പെങ്ങളെ സുഭാഷ് ഏട്ടന് വേണ്ടി കല്യാണം ആലോചിച്ചു. അത് കേട്ടതോടി സുഭാഷ് ഏട്ടന്റെ കിളി അങ്ങ് പോയി. സന്തോഷവും നാണമൊക്കെ അടക്കി വെക്കാൻ പറ്റാത്ത ചിരിയാണ് മക്കളെ നമ്മൾ കണ്ടോണ്ടിരുന്നത്. കൊള്ളാലോ. ഓ, ഇതാണോ അത്രയും വലിയ കാര്യം? ഇടാ, അല്ലെങ്കിലും മലയാളികളും ബംഗാളികളും തമ്മിൽ പല ബന്ധമുണ്ട്. നീ പാട്ടുകളുടെ കാര്യത്തിൽ നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടില്ലേ? ഇല്ല. കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ. ഇതിന്റെ ബംഗാളി എന്താണെന്നറിയോ? ബാലുവാശി ബോലെ ബാലുവാശി ബോലെന്നാ. നീ അടുത്തത് കദളി ചെൻകദളി പൊൻകദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പൊൻപൂ വേണോ പുകാര. കേട്ടില്ലേ? ഇനി ഇതിന്റെ ബംഗാളി സജോനി ദിൻ ജദനി കദോന ചാസോകെ ബോൾതരശേ ഹാത്തെ ജാനോ ബോഷേന. എന്താടാ മിഴിച്ചു നോക്കിയിരിക്കുന്നേ? ഇനി വേണോ? വേണമെങ്കിൽ അടുത്തെടുക്കാം. ഇത് എന്തോന്നാ ഇത്? ഒന്ന് പോയ കൊണ്ട് പോയ. നിങ്ങളെ പോയി അവിടെ റേഡിയോ പാട്ട് കേട്ടോണ്ടിരിക്കും. അങ്ങോട്ട് പോയ വെറുതെ ഒരു പാട്ടുകാരൻ. സുധീഷേട്ടാ, സത്യമാണല്ലോ ഇത്. ആടെ കൂട്ടാ, ഞാനിപ്പോഴേ അവിനാശിന്റെ വീട്ടിൽ നിന്ന് വരുന്നത്. നമ്മുടെ ചേട്ടനേക്കാൾ നല്ലൊരാളെ ചാന്ദിനിക്ക് കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അത്രേ അവിനാശ് ഭായി അങ്ങനെ ചോദിച്ചത്. എടാ, ഇതില് രസം എന്താണെന്നറിയോ? അവിനാശ് ഭായി അങ്ങനെ ചോദിച്ചതിന് ശേഷം ചാന്ദിനിയുടെ കിളി പോയിരിക്കാണ്. സുഭാഷ് ഏട്ടനെ പോലെ അവിടെ ചാന്ദിനി ഇങ്ങനെ ചിരിച്ചോണ്ടിരിപ്പുണ്ട്. കൊള്ളാം. അത് കൊള്ളാം. ദാ, നോക്ക് വരണുണ്ട് കള്ള കാമുകൻ. കേനോ കിച്ചുകൊത്ത ബോലാന നീയും വിധവയോ നിലാവേ. സലിൽ ചൗധരി അവിടെയും പോവും ഇവിടെയും പോവും. സെറ്റ്. ഈ ഡ്രസ്സേ ഗായുവിന് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. ഇന്നെന്താ കൂളിംഗ് ഗ്ലാസ് വെക്കാഞ്ഞേ? ഗായുവിനെ കാണാനുള്ള തിരക്കിനിടയിലേ ഞാനത് മറന്നുപോയി. നാളെ ഞാൻ തീർച്ചയായിട്ടും വെക്കാം കേട്ടോ. मुझे चूड़ियां खरीद कर देना. ചൂടിയ വള हाँ वाला വേണം.